അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജസാവി തമ്നാസ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വീഡിയോയിൽ നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും പിന്നെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് മാത്രമല്ല ഞാൻ നെയ്ച്ചോറിൽ ചേർത്ത് കൊടുക്കാറുള്ളത്, ഓയിലും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, സ്റ്റാർ, ബേ ലീഫ്, വലിയ ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ 3 ഗ്ലാസ് ജീരകശാല കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, കഴുകി അപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവാമെന്ന് വിചാരിച്ചാൽ ഇതിന് നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഇങ്ങനെ റൈസ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ അടിഭാഗത്ത് കണ്ടോ, ഇതേപോലെ ആയിത്തീരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം കുറച്ച് ഹൈ ആയിട്ട് നിൽക്കണം. അതാണ് ഉപ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കെന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ തിളക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരും. നമുക്ക് പിന്നെ മൂടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതേപോലെ ചുറ്റും ആവി ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ ആയിത്തീരും കേട്ടോ. നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് ആ ടൈമിൽ തീ നന്നായി കുറച്ച് വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ടൈമിൽ നമുക്കത് മൂടി വെച്ചതിന് ശേഷം നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക്. അതിന് ശേഷം അതിൽ സവാള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് നീക്കി വെക്കാം. അതിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ റൈസിലേക്ക് ചുറ്റും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില നന്നായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല പൗഡർ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.